ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 16-ാമത്തെ ഭാഗത്തിൽ ശ്രീ കാമകലാവിലാസത്തിലെ 20, 21, 22 എന്നീ 3 ശ്ലോകങ്ങളുടെ അർത്ഥവിവരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചിത് ശക്തിയായി പ്രപഞ്ചമാകുന്ന അർത്ഥസൃഷ്ടിക്ക് കാരണമായ മഹേശ്വരിയും പശ്യന്തി മധ്യമ വൈഖരി രൂപങ്ങളിൽ ശബ്ദസൃഷ്ടിയായി വികസിക്കുന്ന പരാവാക്ക് സ്വരൂപിണിയുമായ ഈ പരദേവത ശ്രീചക്ര സ്വരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് ശ്രീചക്രത്തിനും ശിവശക്തിയാത്മികയായ ചിത് സ്വരൂപിണി ശ്രീ മഹാത്രിപുരസുന്ദരിക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നും, പിന്നെ പരാവാക്ക്, ബിന്ദു എന്നീ സൂക്ഷ്മരൂപങ്ങൾക്കും ത്രികോണം മുതൽ ഭൂപുരം വരെയുള്ള ആവരണങ്ങൾ, അതിലെ ചക്രേശ്വരികൾ എന്നീ സ്ഥൂല രൂപങ്ങൾക്കും തമ്മിലും യാതൊരു ഭേദവുമില്ല എന്നും, പരയായ ചിത്ശക്തിയുടെ സ്വരൂപം തന്നെയായ ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ബൈന്ദവ സ്ഥാനം വികാസം പ്രാപിക്കുമ്പോൾ സ്പഷ്ടമായി സ്ഥൂല ത്രികോണത്തിൽ പരിണമിക്കുന്നു എന്നും കഴിഞ്ഞ 20, 21, 22 ശ്ലോകങ്ങളിൽ കൂടി വിവരിച്ചതിന് ശേഷം ഈ 23-ാം ശ്ലോകത്തിൽ ബിന്ദുവിൻ്റെ അടുത്ത പരിണാമ വികാസമായ ത്രികോണത്തിൻ്റെ സ്വരൂപം വർണ്ണിക്കുകയാണ് ശ്രീമദ് പുണ്യാനന്ദനാഥ മഹായോഗികൾ. അത് നമുക്ക് നോക്കാം. 23-ാം ശ്ലോകം. ഏതത് പശ്യന്ത്യാദിത്രിതയനിദാനം ത്രിബീജരൂപം ച വാമാ ജ്യേഷ്ഠാ രൗദ്രീ ചാംബികയാനുത്തരാംശഭൂതാ സ്യുഃ. പദം പിരിച്ച് ഈ പദ്യം ഇങ്ങനെ വായിക്കാം. ഏതത് പശ്യന്ത്യാദി ത്രിതയ നിദാനം ത്രിബീജരൂപം ച വാമാ ജ്യേഷ്ഠാ രൗദ്രീ ച അംബികയാ അനുത്തര അംശഭൂതാഃ സ്യുഃ. പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏതത് മധ്യബിന്ദുവിൻ്റെ വികാസരൂപമായ ഈ പ്രഥമ ത്രികോണം, പശ്യന്ത്യാദി ത്രിതയ നിദാനം, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ 3 മാതൃകകളുടെ ഉത്പത്തിക്ക് കാരണമായും ത്രിബീജരൂപം ച വാഗ്ഭവ കാമരാജ ശക്തിബീജങ്ങളുടെ സ്വരൂപമായും സ്ഥിതി ചെയ്യുന്നു. വാമ, ജ്യേഷ്ഠ, രൗദ്രി, വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ 3 ശക്തികൾ ച അംബികയ ചിത്ശക്തിയായ അംബികയോടും ച പരാസംവിത് വിമർശശക്തിയായ പരാശക്തിയോടും കൂടി. ചിദ്വല്ലി വ്യാഖ്യാനത്തിലും ആനന്ദോല്ലാസം വ്യാഖ്യാനത്തിലും ഇവിടെ സമുച്ചയാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ച എന്ന ഘടകപദത്തിന് പരാശക്തി എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പരാശക്തി എന്നീ 5 ശക്തികളും അനുത്തര അംശഭൂതാഃ സ്യുഃ, ശ്രീചക്രത്തിൻ്റെ അധോമുഖ ത്രികോണങ്ങളുടെ അധിദേവതകളായി വിളങ്ങുന്നു. പശ്യന്ത്യാദി ത്രിതയം അക്ഷര ശബ്ദ സമൂഹങ്ങളെ ജനിപ്പിക്കുന്നത് കാരണം 3 അമ്മമാർ എന്ന അർത്ഥത്തിൽ പശ്യന്തി മുതലായ 3 മാതൃക്കൾ എന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. പ്രസൃതം വിശ്വലഹരി സ്ഥാനം മാതൃത്രയാത്മകം ബൈന്ദവം ചക്രം എന്നാണ് ശ്രീ നടനാനന്ദനാഥർ ചിദ്വല്ലി വ്യാഖ്യാനത്തിൽ പറയുന്നത്. അതായത് പ്രാപഞ്ചിക ദശയാകുന്ന ലഹരിയിലേക്കായി വികസിക്കുന്ന 3 ശബ്ദമാതൃക്കളായ പശ്യന്തി, മധ്യമ, വൈഖരി എന്നിവരുടെ ഉദ്ഭവസ്ഥാനമാണ് ബിന്ദു. അതിൽ നിന്നും ത്രികോണ രൂപത്തിൽ ഈ 3 മാതൃക്കളും വികസിക്കുന്നു. അപ്പോൾ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഇങ്ങനെയാണ്. ശബ്ദസൃഷ്ടിയുടെ വികസനമായ പശ്യന്തി മുതലായവ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന ശ്രീചക്രത്തിൻ്റെ പ്രഥമ ത്രികോണം വാഗ്ഭവം, കാമരാജം, ശക്തി എന്നീ 3 ബീജങ്ങളുടെ സ്വരൂപമായും സ്ഥിതി ചെയ്യുന്നു. പിന്നെ അർത്ഥസൃഷ്ടിയുടെ വികസനമായ വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പരാശക്തി മുതലായവർ ശ്രീചക്രത്തിൻ്റെ അധോമുഖങ്ങളായ 5 ശക്തിചക്രങ്ങളുടെ രൂപമായും ഇരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 20-ാമത്തെ ശ്ലോകത്തിൽ സ്പഷ്ട പശ്യന്ത്യാദി ത്രിമാതൃകാത്മാ ച ചക്രതാം യാത എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദീകരണമാണ്. അതായത് പശ്യന്തി സ്വരൂപത്തിൽ ത്രികോണം, മധ്യമാ സ്വരൂപത്തിൽ അഷ്ടകോണം,
വൈഖരിയുടെ വിവിധ അക്ഷരങ്ങളുടെ സ്ഥാനങ്ങളോട് കൂടിയ ശ്രീചക്രത്തിന്റെ ബാക്കിയുള്ള ആവരണങ്ങൾ. ഇവയുടെ വിവരണമാണ് ശ്രീ കാമകലാവിലാസത്തിലെ ഈ 23-ാം ശ്ലോകം തൊട്ട് 34-ാമത്തെ ശ്ലോകം വരെ വിസ്തരിച്ച് പറയാനിരിക്കുന്നത്. കഴിഞ്ഞ 22-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് മധ്യം ചക്രസ്യ സ്യാത് പരാമയം ബിന്ദു തത്വം ഏവ ഇതം. അതായത് ശ്രീചക്ര മധ്യബിന്ദു പരാവാക്കിന്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പോ ഇവിടെ ബാക്കിയുള്ള പശ്യന്ത്യാദി തൃതയ നിദാനം, പശ്യന്തി മധ്യമ വൈഖരി എന്നീ വാക്കുകളുടെ, അതായത് പരാവാക്കിന്റെ വികസന രൂപങ്ങളായ പശ്യന്തി മുതലായ വാക്കിന്റെ ബാക്കിയുള്ള ഘട്ടങ്ങളുടെ ഉദ്ഭവസ്ഥാനമാണ് അടുത്ത പടിയായിട്ടുള്ള പ്രഥമ ത്രികോണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഒന്നും കൂടി ശബ്ദസൃഷ്ടി വിവരിക്കുന്ന 3-ാം ശ്ലോക വ്യാഖ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സകല ജ്ഞാനങ്ങളുടെയും സ്ഥാനമാണ് ശബ്ദബ്രഹ്മസ്വരൂപമായ പരാവാക്ക് എന്നും ആ പരാവാക്കിന് നാദം, ബിന്ദു, കല എന്ന അവ്യക്തമായ 3 സൂക്ഷ്മ ഘടകങ്ങൾ കൂടിയുണ്ട് എന്നും പരാവാക്കിന്റെ ജ്ഞാനാംശങ്ങളായി വിവേചിക്കാനാവാത്ത സ്ഥിതിയിലുള്ളവയാണ് ഈ നാദബിന്ദു കലകൾ എന്നും, എന്നാൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ പരാവാക്കിന്റെ ഒരു ഘടകമായ നാദത്തിന്റെ അംശം അതിൽ സ്ഫുരിച്ച് അർത്ഥവിവേചനത്തിനുള്ള ഇച്ഛയായി പശ്യന്തി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും, മറ്റൊരു ഘടകമായ ബിന്ദു ആ അർത്ഥം പ്രകടമാക്കാനുള്ള വിവേചന ശക്തിയായി മധ്യമ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും, ഏറ്റവും ഒടുവിൽ കല എന്ന 3-ാമത്തെ ഘടകം ആ അർത്ഥം പ്രകടമായി ഉച്ചരിക്കുന്ന, മനസ്സിൽ പൂർണ്ണമായും തെളിയുന്ന വിധത്തിൽ അർത്ഥം സ്പഷ്ടമായി പുറത്തു വരുന്ന വൈഖരി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും വിശദീകരിച്ചത് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല പരാ, പശ്യന്തി എന്നീ 2 ഘട്ടങ്ങളും പാരമാർത്ഥിക ദശയിൽ തന്നെയാണ് എന്നും, പാരമാർത്ഥികം വ്യാവഹാരികം എന്ന 2ന്റെയും മധ്യത്തിലാണ് മധ്യമ എന്നും, വാക്കിന്റെ പൂർണ്ണ വികാസമായ വൈഖരി പൂർണ്ണമായും വ്യാവഹാരിക ജ്ഞാനത്തിന്റെ ഭാഗമാണ് എന്നും കൂടി പറഞ്ഞിരുന്നു. ഈ വസ്തുതകളൊക്കെ ഓർക്കേണ്ടതാണ്. ശ്രീചക്രത്തിന്റെ വികസനം, പ്രത്യേകിച്ച് അതിന്റെ സൂക്ഷ്മ തത്വത്തിന്റെ വിവരണം ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും വിവരിച്ചിട്ടുള്ളത് വാമകേശ്വര തന്ത്രത്തിന്റെ ഭാഗമായ യോഗിനി ഹൃദയത്തിലെ ചക്രസങ്കേതം എന്ന പേരുള്ള ആദ്യ ഭാഗത്തിലാണ്. അത് ഗംഭീരമായി വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് പ്രധാനമായും ദീപികാ വ്യാഖ്യാനത്തിന്റെ കർത്താവായ ശ്രീ അമൃതാനന്ദനാഥനും, പിന്നെ അടുത്ത പടിയായിട്ട് സേതുബന്ധം വ്യാഖ്യാനത്തിൽ കൂടി ശ്രീ ഭാസ്കര റായറുമാണ്. അതുകൊണ്ട് യോഗിനി ഹൃദയത്തിലെ ചക്രസങ്കേതത്തിലെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ എടുത്ത് തന്നെ നമുക്ക് ഈ ശ്രീ കാമകലാവിലാസത്തിലെ ശ്ലോകം വിശദീകരിക്കാൻ ശ്രമിക്കാം. ആദ്യം ചക്രസങ്കേതത്തിലെ 5 ശ്ലോകങ്ങൾ എടുക്കാം. അതിൽ ആദ്യത്തേത് പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. ആത്മനഃ സ്ഫുരണം പശ്യേത് യഥാ സാ പരമാകല അംബികാരൂപമാപന്ന പരാവാക്ക് സമുദീരിത. ഇവിടെ ബിന്ദുസ്വരൂപം വികസിക്കുന്ന അതിസൂക്ഷ്മ ദശയാണ് പറഞ്ഞിരിക്കുന്നത്. വിമർശശക്തിയായ പരാസംവിത് സ്വരൂപ പരാശക്തിയാണ് പരമാകല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരമാകല അംബികാരൂപം ആപന്ന, പരമകലയായ പരാസംവിത് വിമർശശക്തി മഹാബിന്ദുവായി ചിത് ശക്തിയാകുന്നു. അതാണ് വിശ്വജനനിയുടെ ഭാവമായ അംബികാരൂപം. വിമർശശക്തി ചിത് ശക്തിയാവുന്നതൊക്കെ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ചിത് ശക്തി ആത്മനഃ സ്ഫുരണം പശ്യേത്, സൃഷ്ടിയുടെ ഘട്ടത്തിൽ തൻ്റെ ഉള്ളിലുള്ള പശ്യന്തി മുതലായ ശബ്ദപ്രപഞ്ച വികാസങ്ങളുടെയും വാമാജ്യേഷ്ഠ രൗദ്രി തുടങ്ങി പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യമാർന്ന അർത്ഥപ്രപഞ്ച വികാസങ്ങളുടെയും ശക്തികളെ വീക്ഷിക്കുകയാണ്. ഇവരൊക്കെ ശ്രീചക്രത്തിൽ സ്ഥാനം പിടിക്കുന്നവരുമാണ്. ഈ ശക്തികളൊക്കെ പുറത്തേക്ക് ആവിർഭവിക്കാൻ തയ്യാറായിരിക്കുന്ന ആ സ്ഫുരണം, ആധുനിക വിജ്ഞാനത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു മാസിവ് വൈബ്രേഷൻ അല്ലെങ്കിൽ മോന്യുമെന്റൽ റിവബ്രേഷൻ, ആ സ്ഫുരണം മഹാബിന്ദു സ്വരൂപിണിയായ ചിത്ശക്തി വീക്ഷിക്കുകയാണ്. ആത്മനഃ സ്ഫുരണം പശ്യേത്. വിശ്വകാരണമായ ഈ ആത്മവീക്ഷണം ഒരു പ്രത്യേക ശക്തി സ്വരൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ശാന്താശക്തി. സേതുബന്ധത്തിൽ ഇങ്ങനെ പറയാണ്,
വൃത്തിരീക്ഷണാത്മിക ശാന്ത നാംനി വിശ്വകാരണത്വേന വർണ്ണിത. അതായത് ഇച്ഛാജ്ഞാനം ക്രിയ മുതലായവയുടെ അഭാവത്തിലുള്ള പ്രശാന്തമായ വീക്ഷണമായതുകൊണ്ട് ശാന്ത എന്ന പേരിൽ ഈ ശക്തിഭാവം അറിയപ്പെടുന്നു എന്നർത്ഥം. ഈ ശാന്താശക്തിയാണ് ഇച്ഛാജ്ഞാനക്രിയകളുടെ മൂലഭാവം. അംബികാരൂപത്തിലുള്ള ചിത്ശക്തി തന്നെയാണ് പരാവാക്ക് എന്ന് അറിയപ്പെടുന്നതും. പരാവാക്ക് സമുദീരിത. വിമർശശക്തിയായ പരാശക്തിയല്ല, ചിത് ശക്തിയാണ് പരാവാക്ക്. ചിത് ശക്തി ഇവിടെ അമ്മ എന്ന അർത്ഥമുള്ള അംബിക എന്നറിയപ്പെടുന്നു. അതോർക്കണം. വിശ്വം സൃഷ്ടിക്കാനിരിക്കുന്ന വാമാ മുതലായ ശക്തികളെ പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മയുടെ വിശേഷഭാവം സ്വീകരിക്കുന്ന ചിത് ശക്തിയാണ് അംബിക എന്ന നാമം സ്വീകരിച്ചിരിക്കുന്നത്. അംബിക എന്ന് വെച്ചാൽ അമ്മ എന്ന് മാത്രമാണ് അർത്ഥം ഇവിടെ, അല്ലാതെ ശ്രീപാർവതി സങ്കല്പമൊന്നും വിചാരിച്ചു പോകരുത്. എല്ലാം ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തത്വങ്ങൾ മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിലെ ഗർഭത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ധരിച്ച് പിന്നീട് പ്രസവിക്കുന്ന ഒരു അമ്മയായി കേവലം താരതമ്യം ചെയ്യുന്നു എന്ന് മാത്രം, നമുക്ക് തത്വം മനസ്സിലാവാൻ വേണ്ടി. പ്രാപഞ്ചികമായ സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങൾക്കൊക്കെ അതീതമായ തത്വങ്ങളാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ എന്നത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. അത് മാത്രമല്ല, സംസ്കൃതത്തിൽ അംബിക എന്ന വാക്കിലുള്ള അമ്പ് ധാതുവിന് ശബ്ദിക്കുക എന്നാണ് അർത്ഥം. അമ്പതേ പാരിപൂർണ്യം സ്വാത്മസ്ഫുരത്തയ വിശ്വം പരാമൃശതി ഇതി അമ്പ. പരിപൂർണമായ സ്വാത്മസ്ഫുരണ രൂപത്തിൽ ശബ്ദപ്രപഞ്ചം സൃഷ്ടിക്കുന്നത് കൊണ്ട് അംബ അഥവാ അംബികയാണ് പരാവാക് സ്വരൂപിണിയായ ചിത്ശക്തി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് 3 അംശങ്ങളാണ്. അതായത് വിമർശശക്തിയായ പരമാകല അഥവാ പരാശക്തി, പിന്നെ ചിത് ശക്തിയായ അംബിക, പിന്നെ പ്രപഞ്ചവമനം തൊട്ടുള്ള ക്രിയകളെ ആലോചിക്കുന്ന അംബികയായ തൻ്റെ ഗർഭത്തിൽ സ്ഫുരിക്കുന്ന ശക്തികളെ വീക്ഷിക്കുന്ന ശാന്താശക്തി എന്ന ഒരു ഭാവം. ഇങ്ങനെ 3 അംശങ്ങൾ. ശാന്താശക്തി ഇച്ഛാജ്ഞാനക്രിയകളുടെ മൂലഭാവം കൂടിയാണ്. ഇനി യോഗിനി ഹൃദയത്തിലെ അടുത്ത ശ്ലോകം നോക്കാം. ബീജഭാവസ്ഥിതം വിശ്വം സ്ഫുടീകർത്തും യതോന്മുഖി വാമാ വിശ്വസ്യ വമനാത് അങ്കുശാകാരതാം ഗത. ബീജഭാവസ്ഥിതം വിശ്വം, ബീജഭാവത്തിൽ ഉച്ഛൂനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന പൊട്ടി മുള പുറത്തു വരാൻ പാകത്തിലുള്ള വിത്തുപോലെ ഉള്ള പ്രപഞ്ചം, വ്യാവഹാരിക ദശയാകുന്ന സ്വഭാവത്തോടു കൂടിയ പ്രപഞ്ച മണ്ഡലം സ്ഫുടീകർത്തും, സ്ഫുടമാവാൻ എന്ന് വെച്ചാൽ സൂക്ഷ്മഭാവത്തിൽ നിന്നും സ്ഥൂലമായി വികസിക്കാൻ വേണ്ടി യഥാ ഉന്മുഖീം, തയ്യാറായിരിക്കുന്ന അംബികയായ വിശ്വജനനിയായ ചിത് ശക്തി വാമാ വിശ്വസ്യ വമനാത് അങ്കുശാകാരതാം ഗത. വാമാശക്തി സ്വരൂപത്തിൽ പ്രപഞ്ചദശയെ പുറത്തേക്ക് വമിച്ച് പുറത്തേക്ക് തള്ളി ഒരു അങ്കുശത്തിൻ്റെ രൂപത്തിൽ വക്രാകാരത്തിൽ എന്ന് വെച്ചാൽ മധ്യബിന്ദുവിൽ നിന്നും ഇറങ്ങി ഒന്ന് വളഞ്ഞ് ഇടത്തുവശത്തെ രേഖയായി രൂപം കൊള്ളുന്നു. അങ്കുശാകാരതാം ഗത എന്നതിന് ദീപികയിൽ പറയുന്നത് വക്രത്വാത് ച വാമശൃംഗാടകസ്യ വാമരേഖ സൃഷ്ടിരൂപ അഭൂത് ഇത്യർത്ഥ. ശൃംഗാടം, ശൃംഗാടകം എന്നൊക്കെ പറഞ്ഞാൽ ത്രികോണം. ത്രികോണത്തിൻ്റെ വാമരേഖയായി, ഇടത്തെ രേഖയായി സൃഷ്ടികർത്തൃയുടെ രൂപം പ്രാപിച്ചു എന്ന് അർത്ഥം. അടുത്തത് ഇച്ഛാശക്തിസ്തദാസേയം പശ്യന്തി വപുഷാ സ്ഥിത ജ്ഞാനശക്തിസ്തഥാ ജ്യേഷ്ഠ മധ്യമാ വാ ഗുദീരിത. ഈ വാമ ഇച്ഛാശക്തിയുമായി സാമരസ്യം പ്രാപിച്ച് പശ്യന്തി എന്ന സ്വരൂപത്തിലും പിന്നെ ജ്ഞാനശക്തിയുമായി ജ്യേഷ്ഠ സാമരസ്യം പ്രാപിച്ച് മധ്യമ എന്ന സ്വരൂപത്തിലും പ്രകടമാകുന്നു. അർത്ഥസൃഷ്ടിയുടെയും ശബ്ദസൃഷ്ടിയുടെയും സമന്വയമാണ് ഇവിടെ പറയുന്നത്. അതായത് വ്യാവഹാരികമായ പ്രപഞ്ചം രൂപം പ്രാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പരാവാക്കിൻ്റെ വികാസമായി പശ്യന്തിയും പശ്യന്തിയുടെ വികാസമായി മധ്യമാ വൈഖരി വാക്കുകളും രൂപം പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അടുത്തത് ഋജുരേഖാമയീ വിശ്വസ്ഥിതൗ പ്രഥിത വിഗ്രഹ തത് സംഹൃതി ദശായാം തു ബൈന്ദവം രൂപമാസ്ഥിത.
ഋജുരേഖാമയീ വിശ്വസ്ഥിതൗ പ്രഥിത വിഗ്രഹ. അതായത് വാമാശക്തിയുടെ രൂപത്തിൽ പുറത്തേക്ക് വമിച്ച് വിശ്വത്തിന്റെ സ്ഥിതിക്ക് വേണ്ടി, സ്ഥിതി കർത്തവ്യം, സംരക്ഷണം നിർവഹിക്കാൻ വേണ്ടി ഋജുരേഖയായി എന്ന് വെച്ചാൽ തിരശ്ചീന രേഖയായി, ത്രികോണത്തിന്റെ മുകളിൽ കാണുന്ന ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയി ജ്ഞാനശക്തിയുമായി സാമരസ്യം പ്രാപിച്ച് ജ്യേഷ്ഠാശക്തി രൂപത്തിലും, അപ്പോൾ ഇച്ഛാശക്തിയുമായി സാമരസ്യം പ്രാപിച്ച് വാമാശക്തി സ്വരൂപത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ജ്ഞാനശക്തിയുമായി സാമരസ്യം പ്രാപിച്ച് ജ്യേഷ്ഠാശക്തി രൂപത്തിൽ പ്രപഞ്ചത്തിന്റെ സംരക്ഷണം നിർവഹിക്കുന്നു. പിന്നെ തത് സംഹൃതി ദശായാം തു ബൈന്ദവം രൂപമാസ്ഥിത. ഉണ്ടാക്കിയതൊക്കെ വീണ്ടും സംഹരിക്കുന്ന, ഇല്ലാതാക്കുന്ന ദശയില് തത് സംഹൃതി ദശായാം ബൈന്ദവം രൂപമാസ്ഥിത. ബിന്ദുവിന്റെ സ്ഥാനം നോക്കി പുറപ്പെടുന്നു, താഴേക്ക് ഇറങ്ങുന്ന രേഖയുടെ രൂപം സ്വീകരിക്കുന്നു. അത് ത്രികോണത്തിലെ മൂന്നാമത്തെ രേഖ. അത് തന്നെയാണ് രൗദ്രീ ശക്തിയുടെ രൂപം. ത്രികോണം രൂപം കൊള്ളുന്ന രീതി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സംഹാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാപ്രളയം അല്ല. ഉണ്ടാവുക, ജീവിക്കുക, നശിക്കുക, പിന്നെ ജീവികൾ കർമ്മഫലം കൊണ്ടും വൃക്ഷലതാദി സസ്യങ്ങൾ പ്രകൃതി നിയമം കൊണ്ടും വീണ്ടും മറ്റൊരു രീതിയിൽ ഉണ്ടാവുക, സ്ഥിതി ചെയ്യുക, പിന്നെ വീണ്ടും നശിക്കുക എന്ന ആവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഹാരമാണ് ഇവിടെ രൗദ്രിയുടെ പ്രവർത്തനമായി കാണേണ്ടത്. അതാണ് ത്രികോണത്തിന്റെ ഈ മൂന്നാമത്തെ രേഖ ചൂണ്ടിക്കാണിക്കുന്നതും. ഈ പറഞ്ഞ സംഹാര ദശയും കൂടി കൂടുമ്പോഴാണ് പ്രാപഞ്ചിക ദശയുടെ സൃഷ്ടി പൂർണ്ണമാവുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. യോഗിനി ഹൃദയത്തിലെ അടുത്ത ശ്ലോകം പ്രത്യാവൃത്തി ക്രമേണൈവം ശൃംഗാടവപു തജ്വല ക്രിയാശക്തിസ്തു രൗദ്രീയം വൈഖരി വിശ്വവിഗ്രഹ. ക്രിയാശക്തിസ്തു രൗദ്രീ യം വൈഖരി വിശ്വവിഗ്രഹ. ക്രിയാശക്തിയുമായി സാമരസ്യം പ്രാപിച്ച് രൗദ്രീ ശക്തിയുടെ രൂപത്തിൽ വിശ്വവിഗ്രഹയായി, അതായത് പൂർണ്ണമായി വികസിച്ച ശബ്ദസൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന വൈഖരിയുടെ രൂപത്തിൽ ആവിർഭവിക്കുന്നു. അതെങ്ങനെയാണ്? പ്രത്യാവൃത്തിക്രമേണ ഏവം ശൃംഗാട വപുഹു ഉജ്ജ്വല. ഇങ്ങനെ ഉജ്ജ്വലമായ ഒരു ശൃംഗാടത്തിന്റെ ആകൃതി ത്രികോണം പ്രത്യാവൃത്തിക്രമേണ ഇവം, പ്രതി ആവൃത്തിക്രമേണ ഏവം എന്ന് വെച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം, വീണ്ടും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ അനന്തമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആഡ് ഇൻഫിനിറ്റം എന്ന് പറയുന്നത് പോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാര ചക്രം അനന്തമായി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ത്രികോണത്തിന്റെ ഈ ആവർത്തനത്തിന്റെ കൂടെ തന്നെ അതിൽ നിന്നും വികസിക്കുന്ന ഭൂപുരം വരെയുള്ള മറ്റ് ആവരണങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആവർത്തനമാണ് ചക്രം എന്ന പേരിന് കാരണമാവുന്നത്. മഹത്തായ പുണ്യ ശുഭ സൂചകമായ ചക്രീകരണം ആയതുകൊണ്ട് ശ്രീചക്രം. ഇതേ വിഷയം സംബന്ധിച്ച് ജ്ഞാനാർണവതന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മബിന്ദുർ മഹേശാനി വാമാശക്തിർ നിഗദ്യത്തെ വിശ്വം വമതി യസ്മാത് തദ് വാമേയം പരികീർത്തിത. ജ്യേഷ്ഠാതു വൈഷ്ണവീ ശക്തി പാലയന്തി ജഗത്രയം തതോ രൗദ്രീ ഗ്രസന്തി തു ക്രമേണ പരമേശ്വരി. ഏവം ബിന്ദുത്രയം വിദ്ധി ഗുണത്രയ വിഭൂഷിതം ബിന്ദുശബ്ദേന ശൂന്യം തു തഥാപി ഗുണസൂചകം. ഇച്ഛാജ്ഞാനക്രിയാരൂപം ഭൂർഭുവസ്വസ്വരൂപകം പുരത്രയാത്മകം വിദ്ധി തത്വത്രയമയം പ്രിയേ. അതായത് വിശ്വത്തെ വമിക്കുന്ന വാമാശക്തി ബ്രഹ്മശക്തിയാണ്. ബീജരൂപത്തിലുള്ള പ്രപഞ്ചത്തെ അങ്കുരിപ്പിച്ച് പുറത്തേക്ക് പ്രകടമാക്കുന്നതാണ് ഈ വമനം. അതുകൊണ്ട് വാമ എന്ന് അറിയപ്പെടുന്നു. സൃഷ്ടിക്രിയയിൽ കൂടി പ്രകടമാക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ പരിപാലനവും പരിരക്ഷണവും നിർവഹിക്കുന്ന ജ്യേഷ്ഠ വൈഷ്ണവീ ശക്തിയാണ്. ഉണ്ടായി നിലനിന്നതിനെയൊക്കെ വീണ്ടും ഇല്ലാതാക്കുന്ന രൗദ്രി രുദ്രശക്തിയുമാണ്. ഈ മൂന്ന് ബിന്ദുക്കളും മൂന്ന് ഗുണങ്ങളെയുമാണ് കുറിക്കുന്നത്. രജസ്, സത്വ, തമോ ഗുണങ്ങളെ. സൃഷ്ടി രജോ ഗുണപ്രധാനവും പാലനം സത്വഗുണപ്രധാനവും ലയം തമോ ഗുണപ്രധാനവുമാണ്. ഇച്ഛാജ്ഞാനക്രിയകളെയും ഭൂലോകം, ഭുവർലോകം, സുവർലോകം എന്നീ മൂന്ന് ലോകങ്ങളെയും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെയും
ആത്മവിദ്യ ശിവ തത്വങ്ങളെയും ഈ ബിന്ദുത്രയം സൂചിപ്പിക്കുന്നു എന്ന് ജ്ഞാനാർണവതന്ത്രം പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 3 ശക്തികൾ, പരാശക്തി, പിന്നെ അംബിക, പിന്നെ ശാന്താശക്തി മനസ്സിലാക്കി. ഇവിടെ ഇപ്പോൾ വാമ, ജ്യേഷ്ഠ, രൗദ്രി, പിന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അങ്ങനെ 6 ശക്തികൾ മനസ്സിലാക്കി. അപ്പോൾ ആകെ കൂടി 9 ശക്തികളായി. ഈ പേരുകളും ഓർക്കണം. ഇപ്പോൾ ഒന്നും കൂടിയും ശ്രീ കാമകലാവിലാസത്തിലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ 23-ാം ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. ഏതത് പശ്യന്ത്യാദി ത്രിതയനിദാനം ത്രിബീജരൂപം ച വാമാ ജ്യേഷ്ഠ രൗദ്രീ ച അംബികയാ അനുത്തര അംശഭൂതാഃ സ്യുഃ. ഏതത് പശ്യന്ത്യാദി ത്രിതയനിദാനം, വ്യാവഹാരിക ദശയിലെ ശബ്ദത്തിന്റെ വിപുലീകരണമായ ഈ പശ്യന്തി മധ്യമ വൈഖരി എന്നീ 3 വാക്ക് വികസനത്തിന്റെ നിദാനമായിട്ടുള്ളതും എന്ന് വെച്ചാൽ മൂലകാരണമായിട്ടുള്ളതും അല്ലെങ്കിൽ ഉദ്ഗമസ്ഥാനമായിട്ടുള്ളതും ത്രിബീജരൂപം ച വാഗ്ഭവം, കാമരാജം, ശക്തി എന്നീ 3 ബീജങ്ങളുടെ സ്വരൂപമായുള്ളതും ആണ് ശബ്ദസൃഷ്ടിപരമായിട്ടുള്ള ശ്രീചക്ര പ്രഥമ ത്രികോണം. വാമ ജ്യേഷ്ഠ രൗദ്രി അംബികയാ ച, വാമ ജ്യേഷ്ഠ രൗദ്രി അംബിക, പിന്നെ പരമാകലയാകുന്ന പരാശക്തി എന്നീ 5 പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ ശക്തികളും ചകാരാത്ത് പരാശക്തിശ്ച, ച എന്നതുകൊണ്ട് പരാശക്തിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. ആരാണ് ഈ പരാശക്തി? പരാസംവിത് സ്വരൂപ വിമർശ ശക്തി തന്നെയാണ്. കാരണം പാരമാർത്ഥിക തലം കൂടി ബിന്ദുവിലുള്ളത് കൊണ്ടാണ് പാരമാർത്ഥിക തലത്തിന്റെ ഭാഗമായ പരാസംവിത് സ്വരൂപ വിമർശ ശക്തിയായ പരാശക്തിയെയും പാരമാർത്ഥികം, വ്യാവഹാരികം എന്നീ 2 ദശകളെയും സംബന്ധിച്ച് ചിത്ശക്തിയായ അംബികയെയും പിന്നെ വ്യാവഹാരിക ദശയെ മാത്രം സംബന്ധിച്ചവരായ വാമ, ജ്യേഷ്ഠ, രൗദ്രി ശക്തികളെയും പ്രപഞ്ചത്തിന്റെ ആധാരശക്തികളായി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നന്നായി മനസ്സിലാക്കണം. അനുത്തര അംശഭൂതാഃ സ്യുഃ. ഉത്തരം എന്ന് പറഞ്ഞാൽ ഊർധ്വമുഖം, അനുത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരായിട്ടുള്ള അധോമുഖം. ഈ 5 ആധാരശക്തികളും ശ്രീചക്രത്തിന്റെ അനുത്തര അംശഭൂതകളായി ഇരിക്കുന്നു എന്ന് വെച്ചാൽ അധോമുഖമായിട്ടുള്ള കൂർത്ത അഗ്രം താഴേക്കായുള്ള 5 ശക്തിചക്രങ്ങളുടെ രൂപത്തിന് ആധാരമായി ഇരിക്കുന്നു എന്ന് അർത്ഥം. ശ്രീചക്രത്തിന്റെ ചിത്രം നോക്കിയാൽ കാണാം, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ 5 അധോമുഖ ശക്തിചക്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നത്. 5ാമത്തെ ചക്രം, അതായത് 5ാമത്തെ ത്രികോണം ഏറ്റവും വലുത്, അതിനേക്കാൾ ചെറുത് അടുത്ത 2ാമത്തെ ത്രികോണം, 2ാമത്തെ ത്രികോണത്തേക്കാൾ ചെറുത് 3ാമത്തേത്, 3ാമത്തേതിൻ്റെ ഉള്ളിലായിട്ട് 4ാമത്തെ ത്രികോണം, ഒടുവിൽ 4ാമത്തേതിൻ്റെ ഉള്ളിൽ അതിലും ചെറിയ 5ാമത്തെ പ്രഥമ ത്രികോണം. അതായത് ഏറ്റവും ബൃഹത്തത്വമായ പരാശക്തിയെ പ്രതിനിധീകരിക്കുന്ന ശക്തിചക്രം ഏറ്റവും വലിയത്. ഓരോന്നിൻ്റെയും പ്രാധാന്യം കുറയുന്നതനുസരിച്ച് അടുത്തടുത്ത ശക്തികളുടെ ചക്രങ്ങൾ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായും അളവിൽ ചുരുങ്ങിയും വരുന്നു. അല്ലേ? ഇത് ഈ പ്രത്യേകത ഞാൻ ഊഹിച്ചതാണ്, ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. നവയോന്യാത്മകമാണ് ശ്രീചക്രം. എന്താണത്? നവയോനി എന്ന് പറഞ്ഞാൽ 9 ത്രികോണങ്ങൾ. ശക്തി ത്രികോണം എന്ന് പറയുന്ന 5 അഗ്രം താഴേക്കായിട്ടുള്ള അധോമുഖ ത്രികോണങ്ങളും ശിവത്രികോണം അല്ലെങ്കിൽ വഹ്നി എന്ന് പറയുന്ന 4 ഊർധ്വമുഖ ത്രികോണങ്ങളും, അതായത് കൂർത്ത മുന മുകളിലേക്കായിട്ടുള്ള 4 ത്രികോണങ്ങളും ചേർന്നതാണ് ശ്രീചക്രം. അത് എല്ലാവരും അറിയുന്ന സംഗതി തന്നെയാണ്. ഈ ശ്ലോകത്തിൽ പ്രഥമ ത്രികോണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ശബ്ദസൃഷ്ടിയുടെ വികസനമായ പശ്യന്തി മുതലായ 4 ശബ്ദമാതൃക്കളുടെ ഉദ്ഭവസ്ഥാനവും വാഗ്ഭവം, കാമരാജം, ശക്തി എന്നീ 3 ബീജങ്ങളുടെ സ്വരൂപവുമാണ് ഈ ത്രികോണം എന്നും പറഞ്ഞു. ഇതുകൂടാതെ വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പരാശക്തി എന്നിവർ അധിദേവതകളായിട്ടുള്ള ശ്രീചക്രത്തിലെ അധോമുഖങ്ങളായ 5 ശക്തി ത്രികോണങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇനി ഊർധ്വമുഖങ്ങളായിട്ടുള്ള 4 ശിവത്രികോണങ്ങളാണ് ഇച്ഛാജ്ഞാനക്രിയ ശാന്താശക്തികൾ എന്ന് വിവരിക്കുകയാണ് അടുത്ത 24ാമത്തെ ശ്ലോകത്തിൽ. 24ാമത്തെ ശ്ലോകം നോക്കാം.
ഇച്ഛാജ്ഞാനം ക്രിയയാ ശാന്തേതി ചതസ്ര ഉത്തരാവയവാഃ വ്യസ്താവ്യസ്തതദർണദ്വയമിദമേകാദശാത്മ പശ്യന്തി. പദം പിരിച്ച് ശ്ലോകം വായിക്കാം. ഇച്ഛാജ്ഞാനം ക്രിയയാ ശാന്തായിതി ചതസ്ര ഉത്തര അവയവാഃ വ്യസ്ത അവ്യസ്ത തദർണദ്വയം ഇദം ഏകാദശാത്മ പശ്യന്തി. ഇവിടെ ഇച്ഛാജ്ഞാനക്രിയാ ശാന്താശ്ചൈതാശ്ച ഉത്തരാവയവാഹ എന്ന ഒരു പാഠമാണ് സർ ജോൺ വുഡ്രോഫിന്റെ പതിപ്പിൽ കാണുന്നത്. പക്ഷേ ശ്രീ ചിദാനന്ദനാഥരുടെ ആനന്ദോല്ലാസം തമിഴ് വ്യാഖ്യാനത്തിൽ കാണുന്ന നമ്മൾ എടുത്തിട്ടുള്ള ഈ വെർഷനാണ് കുറച്ചും കൂടി ശരിയായിട്ട് തോന്നുന്നത്. അപ്പോൾ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇച്ഛ ജ്ഞാനം ക്രിയയാ ശാന്ത ഇതി. ഇച്ഛ ജ്ഞാനം ക്രിയയോടുകൂടി ശാന്ത എന്നിങ്ങനെയുള്ള ചതസ്ര 4 ശക്തികളും ഉത്തര അവയവാഹ ശ്രീചക്രത്തിലെ ഊർധ്വമുഖ ത്രികോണങ്ങൾ 4ന്റെയും ദേവതകളാകുന്നു. 4 ശിവത്രികോണങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ. അങ്ങനെ 5 ശക്തിചക്രങ്ങളും 4 ശിവചക്രങ്ങളും കൂടിയതാണ് നവയോനി ചക്രം എന്ന് പറയുന്നത്. വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 9ൽ നിൽക്കുന്നില്ല. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ 24ാമത്തെ ശ്ലോകത്തിന്റെ അടുത്ത വരിയിൽ പറയുന്നത്. വ്യസ്ത അവ്യസ്ത തദർണദ്വയം ഇദം ഏകാദശാത്മ പശ്യന്തി എന്ന്. എങ്ങനെയാണത്? അതായത് ഈ 9 ശക്തികളും, അതായത് വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പരാശക്തി, പിന്നെ ഇച്ഛ, ജ്ഞാനം, ക്രിയ, ശാന്ത എന്നീ 9 ശക്തികളും വ്യസ്ത അവ്യസ്ത തദ് അർണദ്വയം. അർണദ്വയം എന്ന് വെച്ചാൽ അക്ഷരദ്വയം. അർണം എന്ന് വെച്ചാൽ അക്ഷരം. ഇവിടെ അർണദ്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവശക്തി സാമരസ്യ രൂപമായ കാമകലയാണ്. എന്താണ് ആ 2 അക്ഷരങ്ങൾ? അകാരവും ഹകാരവും. ഇത് നമ്മൾ നേരത്തെ 5ാം ശ്ലോക വ്യാഖ്യാനത്തിൽ മനസ്സിലാക്കിയതായിരുന്നു. സുവ്യക്ത അഹ അർണ സമരസാകാരാഹ ശിവശക്തി മിഥുനപിണ്ഡ എന്ന്. അപ്പോൾ വ്യസ്ത അവ്യസ്ത തദർണദ്വയം എന്ന് വെച്ചാൽ വ്യഷ്ടിയായും സമഷ്ടിയായും ഉള്ള പ്രകാശവിമർശ സാമരസ്യമാകുന്ന കാമകലയും കൂടി ഇതം ഏകാദശാത്മാ, ഇപ്രകാരം 11 രൂപങ്ങളോട് കൂടിയുള്ളത് പശ്യന്തി, പശ്യന്തി മാതൃക ആകുന്നു. ഈ ശ്ലോകത്തിന്റെ രചന സ്വല്പം സങ്കീർണമായതുകൊണ്ട് ആശയം സുലഭമായി ഗ്രഹിക്കാനും ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിന്റെ സാരമായ അർത്ഥം ഇങ്ങനെയാണ്. അതായത് പരാകാമകലയാകുന്ന ബിന്ദു കാരണമാണ്, അർത്ഥസൃഷ്ടിക്കും ശബ്ദസൃഷ്ടിക്കും കാരണമാണ്. അതുപോലെ തന്നെ ശ്രീചക്രത്തിന്റെ ശിവചക്രങ്ങളാകുന്ന ഊർധ്വത്രികോണങ്ങളായ ഇച്ഛാജ്ഞാനം, ക്രിയ, ശാന്ത എന്നീ 4 ശക്തികളും ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ശ്രീചക്രത്തിന്റെ ശക്തിചക്രങ്ങളാകുന്ന അധോമുഖ ത്രികോണങ്ങളായ വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പര എന്നീ 5 ശക്തികളും കൂടിയ 9 ശക്തികളും കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ പരാകാമകലയും പിന്നെ ഈ 9 ശക്തികളും കൂടി ആകെ 10 പ്രകാശസ്വരൂപങ്ങളായ കാരണശക്തികളാണ്. അതായത് പ്രകാശ വിമർശ സാമരസ്യ ഭാവത്തിലെ പ്രകാശത്തിന്റെ അംശങ്ങളാണ്. ഈ 10 അവ്യസ്ത, അതായത് സമഷ്ടിയായിട്ടുള്ള അംശം. ഇവയുടെ വ്യഷ്ടി രൂപത്തിലുള്ളത് അപരാകാമകലയാണ്. അതാണ് കാര്യരൂപത്തിലുള്ളത്, പ്രകാശ വിമർശ ഭാവത്തിന്റെ വിമർശ അംശമായത്. അപ്പോൾ ആദ്യത്തെ കാരണങ്ങളായ 10 പിന്നെ ഈ കാര്യമായ 1 കൂടുമ്പോൾ ഏകാദശം 11 ആവുന്നു. അതാണ് കാര്യകാരണ സ്വരൂപങ്ങളായ മിശ്രമായ, അതായത് പാരമാർത്ഥിക തലത്തിൽ പ്രധാനമായ പരാവാക്ക് പോലെ തന്നെ കാരണസ്വരൂപമായി ഉള്ളതാണെങ്കിലും അപരാകാമകലയുടെ സ്വാധീനവും കൂടി ഏറ്റിരിക്കുന്നതായ പശ്യന്തി മാതൃകയുടെ സ്വരൂപം എന്ന് അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ പരാകാമകല അപരാകാമകല എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം 22ാം ശ്ലോക വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചുരുക്കമായി വീണ്ടും പറയാം. അതായത് ശ്രീചക്ര മധ്യബിന്ദുവാകുന്ന ദ്വാരത്തിൻ്റെ
പാരമാർത്ഥിക തലത്തിലുള്ള അന്തർഭാഗം പരാകാമകല എന്നും വ്യാവഹാരികമായ പ്രാപഞ്ചിക തലത്തിലുള്ള പുറംഭാഗം അപരാകാമകല എന്നും അർത്ഥം. ശ്രീചക്രത്തിലെ മധ്യബിന്ദുവാണ് പരാവാക്ക്. പ്രഥമ ത്രികോണത്തിന്റെ രൂപമാകുന്ന പശ്യന്തി വാക്ക് എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന പ്രകാശവും വിമർശവുമായ അംശങ്ങൾ, പാരമാർത്ഥികവും പ്രാപഞ്ചികവുമായ ഘടകങ്ങൾ ആണ് ഈ പറഞ്ഞ 11 ശക്തികൾ. ഇവിടെ മേയമാതൃപ്രമാമാന പ്രസരൈഹി സങ്കുചത് പ്രഭം ശൃംഗാടരൂപമാപന്നം ഇച്ഛാജ്ഞാന ക്രിയാത്മകം എന്ന യോഗിനി ഹൃദയ പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ അമൃതാനന്ദനാഥർ പറയുന്ന വിശദീകരണത്തിൽ നിന്നും കുറച്ചും കൂടി ഈ 24-ാം ശ്ലോകത്തിന്റെ അർത്ഥം സ്പഷ്ടമാവും. നിർവികൽപക രൂപായാഹ സ്വസംവിദോ മാതൃമേയ പ്രമാണരൂപേണ വികൽപാത്മന പ്രസരയേവ സങ്കോചഃ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മാതൃമേയ പ്രമാണരൂപത്തിലുള്ളതാണ് പ്രാപഞ്ചിക ജ്ഞാനം. അതായത് പ്രമാദ, പ്രമേയം, പിന്നെ പ്രമാണം. ത്രിപുടി എന്ന് പറയുമ്പോൾ 3 പറയാറുള്ളൂ: പ്രമാദ, പ്രമേയം, പ്രമാണം. അതായത് അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നിങ്ങനെ 3. ഇവിടെ 4 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദീകരണം ആദ്യം പറയാം. പ്രമാണം എന്ന് പറയുന്നത് അറിവ് ആണ്. പക്ഷെ ആ അറിവ് വ്യക്തി സംബന്ധമായ ചുരുങ്ങിയ അറിവാണ്. പ്രമ എന്ന് പറഞ്ഞാൽ പൂർണ്ണജ്ഞാനം, പ്രാപഞ്ചികമായിട്ടുള്ള സകലതിനെയും കുറിച്ചുള്ള ശരിയായ അറിവ്. അതാത് വസ്തുക്കളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചോ ഉള്ള അറിവ്, അതായത് പ്രമാണം എന്ന് പറയുന്ന അറിവ് നേടുന്നത് 3 രീതിയിലാണ്. പ്രത്യക്ഷം, നേരിട്ട് കണ്ടോ കേട്ടോ നേടുന്നത്; അനുമാനം, അതായത് ഊഹിച്ച് അറിയുന്നത്; മൂന്നാമത്തേത് ശബ്ദം എന്ന് വെച്ചാൽ വിശ്വസനീയമായ രീതിയിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിക്കുന്നത്. ഓരോ വസ്തുവിനെക്കുറിച്ചും പൊതുവായിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതുമായ അറിവ് ആണ് പ്രമ. അത് ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ബുദ്ധിയുടെ അളവനുസരിച്ചും മനസ്സിലാക്കാനുള്ള കഴിവനുസരിച്ചും വ്യക്തിപരമായി ഗ്രഹിക്കുന്നതാണ് പ്രമാണം. നിർവികൽപക രൂപായാഹ സ്വസംവിദോ, പ്രകാശമയമായ നിർവികൽപ പരാസ്വരൂപത്തില് വികൽപ്പരൂപത്തിലുള്ള പ്രാപഞ്ചിക ജ്ഞാനത്തിന്റെ നിഴലുകൾ, അതായത് ഇവിടെ അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിയപ്പെടുന്നതിന്റെ ശരിയായ പൂർണ്ണമായ അറിവ്, അതിൻ്റെ തന്നെ വ്യക്തിഗതമായ ചുരുങ്ങിയ അറിവ് എന്നിവയിൽ കൂടി കിട്ടുന്ന ജ്ഞാനം സോപാധികമാണ്. എന്ന് വെച്ചാൽ കണ്ടീഷൻഡ് നോളജ് എന്ന് പറയുന്ന ഉപാധിയോട് കൂടിയ ജ്ഞാനമാണ്. അതാണ് പ്രാപഞ്ചിക ജ്ഞാനം എന്ന് പറയുന്നത്. ആ പ്രാപഞ്ചിക ജ്ഞാനത്തിന്റെ നിഴലുകൾ പരാജ്ഞാനത്തിൽ വീഴുമ്പോൾ ഇച്ഛാജ്ഞാന ക്രിയാഭാവങ്ങളിൽ ത്രികോണരൂപമായി സങ്കോചം പ്രാപിക്കുന്നു, ചുരുങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ശ്രദ്ധിക്കണം. പാരമാർത്ഥിക ദശയിലുള്ള ബിന്ദുവിലെ പരാവാക്ക് വ്യാവഹാരിക ദശയുടെ ഭാഗമായി നവയോന്യാത്മകമായ ശ്രീചക്ര രൂപത്തിൽ വികസിക്കുമ്പോൾ പ്രാപഞ്ചിക ദശയുടെ പ്രധാന ലക്ഷണമായ കാര്യകാരണ രൂപത്തിലുള്ള സോപാധിക ജ്ഞാനമാണ്, അതായത് ഈ പറഞ്ഞ കണ്ടീഷൻഡ് നോളജാണ് പശ്യന്തിയായി ത്രികോണ രൂപത്തിൽ വികസിക്കുന്നത് എന്ന് സാരാർത്ഥം പറയാം. വളരെ സൂക്ഷ്മമായ തത്വവിശദീകരണമാണ്. ഈ ഭാഗം ഒന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കൊള്ളേണ്ടതാണ്. അപ്പോൾ 22-ാമത്തെ ശ്ലോകത്തിൽ ബിന്ദുമണ്ഡല നിരൂപണം ചെയ്തു. 23, 24 ശ്ലോകങ്ങളിൽ ബിന്ദുവിൻ്റെ വികസനമായിരിക്കുന്ന നവയോനി ചക്രം, അതായത് ശ്രീചക്രത്തിൻ്റെ ആകെത്തുകയായിട്ടുള്ള 5 ശക്തി ത്രികോണങ്ങളുടെ 4 ശിവത്രികോണങ്ങളുടെയും ആധാരശക്തികളായ വാമ, ജ്യേഷ്ഠ, രൗദ്രി, അംബിക, പര, പിന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ശാന്തശക്തി എന്നീ 9 ശക്തികളെക്കുറിച്ചും പറഞ്ഞിട്ട് ഈ 9ന്റെ കൂടെ കാമകലയുടെ അപരാസ്വരൂപങ്ങൾ അഥവാ വ്യഷ്ടി സമഷ്ടി എന്ന 2ഉം കൂടി കൂടുമ്പോൾ ഏകാദശാത്മ പശ്യന്തി ആകുന്നു എന്നും പറഞ്ഞു. ബിന്ദുവാണ് പരാവാക്ക്. ആ ബിന്ദു ഉച്ഛൂനം പ്രാപിച്ച് ത്രികോണമായി പരിണമിച്ച് 3 കോണുകളും 3 ബിന്ദുക്കളും അവയുമായി അന്യോന്യ സംബന്ധമുള്ള 3 രേഖകളും ഉണ്ടായി.
ഈ 3 രേഖകളും പശ്യന്തി മുതലായ ശബ്ദശക്തികളുടെയും ആവിർഭാവത്തിനുള്ള കാരണങ്ങളുമാണ്. പരാവാക്കിന്റെ വിലാസരൂപമായ പശ്യന്തിയുടെ സ്വരൂപം തന്നെയാണ് വാമ മുതലായ ശക്തികളുടെ രൂപത്തിലുള്ള പ്രഥമ ത്രികോണം. ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 3 ശ്ലോകങ്ങളുടെ വിവരണത്തിൽ കൂടി മനസ്സിലാക്കിയത്. ഇനി അടുത്ത 25-ാമത്തെ ശ്ലോകത്തിൽ പ്രഥമ ത്രികോണത്തിലെ ഗുണത്രയ നിരൂപണം ചെയ്യാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.